بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളുമൊക്കെയുള്ള നല്ല സദസ്സാക്കി ഈ സദസ്സും മറ്റു എല്ലാ സദസ്സുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നാമുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാനും കൂടാനുമൊക്കെ അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ധാരാളം പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണമൊന്നുമില്ല. ഇൻഷാ അള്ളാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അള്ളാഹ് പിരിയാം. നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളാണ് നേരം എഴുകേണ്ട ആളുകൾ, നിങ്ങളല്ല. ഞാൻ ഇന്നലെ രാത്രി 12:30 മണിക്ക് പരിപാടി കഴിഞ്ഞ് രാവിലെ പുലർച്ചെ 3:30 മണിക്ക് എണീറ്റ് അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്താനുള്ള ശ്രമം നടന്ന് അങ്ങനെ ട്രെയിൻ പോരുന്നത്. പക്ഷേ ട്രെയിൻ 1 മണിക്കൂർ, ഞാൻ നേരത്തെ പോന്നെങ്കിലും ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ച് സമയം വൈകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ച് കൊണ്ടേ അത് നടക്കുകയുള്ളൂ. പിന്നെ നമ്മളതിലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ കാറിന് വരികയാണെങ്കിൽ നമുക്ക് പറയാം ബ്ലോക്കാണെന്ന് പറഞ്ഞാലും തങ്ങൾ വെറുതെ പറയാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റിയൊരു കാരണമാണ്. എപ്പോഴും ആളുകൾക്ക് നേരം വൈകിയത് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കാണ്, അതിന് പിന്നെ ഒന്നും പറയാൻ രക്ഷയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും അൽഹംദുലില്ലാഹ് ഇത്രയും സമയം ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടാനും ഈ സദസ്സിൽ പങ്കെടുക്കാനും കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിക്കുമ്പോൾ മാത്രമാണ് ഏത് വിഷയവും നടക്കുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് വേണം. തൗഫീഖ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇവിടെ അൽഹംദുലില്ലാഹ് ഹജ്ജിനും ഉംറക്കും വേണ്ടി പോയ ധാരാളം ആളുകളുണ്ട്. ഇത്ര ആളുകളൊന്നുമല്ല, ഇനി ഇതിലേറെ ആളുകളുണ്ട് എത്തിപ്പെടാത്തവരും ഈ സദസ്സിൽ. പക്ഷേ ഈ സദസ്സിൽ തന്നെ ബന്ധപ്പെട്ടവരിൽ ഹജ്ജിനും ഉംറക്കും പോകാത്ത ആളുകളും ഉണ്ടാവാം. അല്ലാഹു തആല അവർക്കും നമുക്കും ഇനിയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പം തൗഫീഖ് എത്തുമ്പോൾ മാത്രമാണ് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും വാപ്പനെ നോക്കാനാണെങ്കിലും ഉമ്മനെ നോക്കാനാണെങ്കിലും
അങ്ങനെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, വീടുണ്ടാക്കുകയാണെങ്കിലും ആ വീട്ടിൽ താമസിക്കാനും എല്ലാത്തിനും തൗഫീഖ് വളരെ നിർബന്ധമാണ്. തൗഫീഖ് ഇല്ലെങ്കിൽ അതൊന്നും നടക്കൂല. ഇപ്പം അടുത്ത് മംഗലാപുരത്ത് ഒരു വീട് കൂടൽ കഴിഞ്ഞു. ഏകദേശം 1.5 കോടി രൂപയുടെ വീട് ഉണ്ട്. അവൻ്റെ ഏറ്റവും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ്, ആ ആഗ്രഹം ഒരു വലിയ ഒരു വീടുണ്ടാക്കണമെന്നും ആ വീട്ടിൽ താമസിക്കണമെന്നും അവൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. പക്ഷേ ആഗ്രഹത്തിനോട് കൂടെ ഒപ്പം ചിലപ്പോൾ തൗഫീഖ് ചിലപ്പോൾ ചലിച്ചോളണം എന്നില്ല. ചിലപ്പോൾ അത് ചലിക്കുകയും ചെയ്യാം. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിന് തൊട്ടു മുമ്പിൽ ചിലപ്പോൾ തൗഫീഖ് ഇല്ല എങ്കിൽ ആ ആഗ്രഹം നടന്നോളണമെന്നില്ല. വിശാലമായ സൗകര്യത്തോടു കൂടി നല്ല വീടുണ്ടാക്കി ആ വീട്ടിൽ രാവിലെ പാല് കാച്ചൽ ചടങ്ങ് നടന്ന് അവൻ ഇഷ്ടപ്പെടുന്ന സാദാത്തീങ്ങളെയും ആലിമീങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് നല്ല ഭക്ഷണം കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തോ ഒരു ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി ഒരു ബൈക്ക് എടുത്ത് അവൻ യാത്ര ചെയ്തു. ആ ബൈക്ക് എടുത്ത് യാത്ര ചെയ്ത് ആ ബൈക്കിൽ ആക്സിഡൻറ്റിൽപ്പെട്ടുകൊണ്ട് അവൻ മരണപ്പെടുകയാണ്. പിന്നീട് അന്ന് വൈകുന്നേരമാകുമ്പോൾ അവൻ്റെ മയ്യത്താണ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഉണ്ടാക്കി എൻ്റെ കുടുംബത്തോടുകൂടെ കഴിയണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന ആ സഹോദരൻ അന്ന് രാത്രി തന്നെ ആ വീട്ടിൽ കിടക്കുന്നത്, ആ അദ്ദേഹത്തിൻ്റെ റൂഹ് ശരീരത്തിൽ നിന്ന് അറ്റ് അദ്ദേഹം ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു രംഗമാണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഒരു തൗഫീഖ്. അദ്ദേഹത്തിന് ആ വീടുണ്ടാക്കാൻ തൗഫീഖ് ലഭിച്ചെങ്കിലും താമസിക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നാം ദുആ ചെയ്യേണ്ട ഒന്ന് തൗഫീഖിന് വേണ്ടിയാണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. ഉംറ ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഈജിപ്തിൽ പോയി നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബുകാരാകുന്ന നമ്മൾ ആ ഷാഫി ഇമാമിൻ്റെ ഹദറത്തിലൊന്ന് പോകണം. നമ്മളിപ്പോൾ നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും വുളൂ ചെയ്യുന്നതൊക്കെ ഷാഫി ഇമാം അതിനൊരു രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചില മദ്ഹബുകളിലൊക്കെ തൊട്ടാൽ സ്ത്രീകളെ വുളൂ ചെയ്യാത്ത മദ്ഹബുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ മദ്ഹബിൽ നിന്നൊക്കെ മാറി നമ്മൾ ഉൾക്കൊള്ളുന്ന ഷാഫി മദ്ഹബുകാരാകുന്ന ആളുകളുടെ ഇമാമ് നിൽക്കുന്നത് ഈജിപ്തിലാണ്. അവിടെ പോയി ഷാഫി ഇമാമിൻ്റെ ഹദറത്തിൽ എത്തുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. അപ്പം തൗഫീഖിന് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. ആ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തരുമ്പോഴാണ് ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വാപ്പനെ നോക്കാൻ തൗഫീഖ് വേണം, ഉമ്മനെ നോക്കാൻ തൗഫീഖ് വേണം, എല്ലാത്തിനും വേണം. ചില ആളുകൾ കണ്ടില്ലേ, നല്ല ആ വാപ്പയും ഉമ്മയും നോക്കാൻ തീരെ തൗഫീഖ് ഉണ്ടാവില്ല, തീരെ തൗഫീഖ് ഉണ്ടാവില്ല. ചില മക്കൾ അങ്ങനെയാണ്, വാപ്പനും ഉമ്മനും നോക്കുന്ന ആളുകൾ. ചിലവരോ സുബ്ഹാനല്ലാഹ് വാപ്പയെയും ഉമ്മയോടും നന്നായി നോക്കുന്നവരാണ്. ആ നോക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ദറജ അവർക്ക് ദുനിയാവിൽ കിട്ടുന്നുണ്ട്, ആഖിറത്തിൽ വേറെയും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വീട്ടിൽ നോമ്പ് പറക്കാൻ വേണ്ടി 1-2 വർഷം മുമ്പ് ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ വിശാലമായ നല്ല 4 വീട് ഉയർന്ന സ്ഥലത്താണ്. എല്ലാത്തിനും 1 കോടി രൂപ വില മതിക്കുന്നുണ്ട്. നല്ല LED ബൾബൊക്കെ വെച്ച് നല്ല ഉഷാറുള്ള അടിപൊളി വീടാണ്. നോമ്പ് പറക്കാൻ വേണ്ടി അവിടെ എത്തി. നോമ്പ് പറക്കുന്ന സമയത്ത് ഈ 4 വീട്ടിലുള്ള മക്കളും അവിടെയുണ്ട്. പ്രായമുള്ള ഒരു 80 വയസ്സ് 85 വയസ്സാകുന്ന ഒരു ഉപ്പ അവിടെയുണ്ട്. ആ ഉപ്പ എത്രയോ ദിവസങ്ങളായി അരിഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. എന്ത് പറഞ്ഞാലും ക്ഷീണാണ് എന്ന് പറഞ്ഞ് കിടക്കുക എന്നല്ലാതെ വെള്ളം കുടിക്കുക എന്നല്ലാതെ അരിഭക്ഷണം കഴിക്കൂല. അപ്പോൾ നോമ്പ് പറക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ ഈ മക്കളെല്ലാവരും കൂടി ഈ വാപ്പൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, വാപ്പച്ചിയെ തങ്ങൾ പാപ്പ വന്നിട്ടുണ്ട്, നിങ്ങൾ തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം 2 പത്തിരി തിന്നോക്കാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ആ വാപ്പനെ വിളിക്കണേനെ വാപ്പച്ചിയെന്നാ. ആ വാപ്പച്ചിയെന്ന് വിളിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു വിളിയാണ്.
ആപ്പയെ ആ 4 മക്കളും ചേർന്ന് പിടിച്ച് കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ് ആ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയിട്ട് ആ മക്കൾ പറയുന്നു, പച്ചിയെ നല്ല ടേസ്റ്റുള്ള കറിയുമാണ്, തങ്ങളിപ്പോൾ നന്നായി കഴിക്കുന്നത് കണ്ടില്ലേ, ഒന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ 4 മക്കളുടെയും ആ ഒരു മനോഹരമായ ഉപ്പയോടുള്ള സ്നേഹത്തോടുകൂടെ ആ സ്നേഹത്തിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ ഭക്ഷണം കഴിക്കാൻ തങ്ങളുപ്പയും ചേർത്ത് വായിച്ചപ്പോൾ ആ ഉപ്പ മെല്ലെ 1.5 പത്തിരി കഴിക്കുകയാണ്. 1.5 പത്തിരി കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. സുബ്ഹാനല്ലാഹ്, ആ പത്തിരി കഴിച്ചപ്പോൾ പിന്നീട് വാപ്പച്ചിനോട് ഈ മക്കൾ പറയാണ്, വാപ്പച്ചിയെ കട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, തങ്ങൾ ബാബ 3 കട്ലേറ്റ് തിന്നിട്ടുണ്ട്, നിങ്ങളൊരു കട്ലേറ്റ് തിന്നോക്കാണ്. ഇത് കേട്ടപ്പോൾ ഈ വാപ്പ 1/2 കട്ലേറ്റും തിന്നു. സുബ്ഹാനല്ലാഹ്, ഇത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ വത്തക്കയുടെ കഷ്ണം ഞാൻ എടുത്തപ്പോൾ ഈ മക്കൾ പറയുന്നു വാപ്പനോട്, വാപ്പച്ചേ വത്തക്ക തിന്നു നോക്കൂ, നല്ല രസമുള്ള വത്തക്കയാണ്, ഇറാനി വത്തക്കയാണ്, അതിന് കുരുവൊന്നുമില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വാപ്പ ആ ഒരു മക്കളെ വാക്ക് കേട്ട് ഒരു വത്തക്കയുടെ കഷ്ണവും തിന്നാൻ തുടങ്ങി. വത്തക്കയുടെ കഷ്ണം ഇങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിൽ ഒരു തുമ്മൽ വന്നപ്പോൾ കഫം മൊത്തം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. കഫം മൊത്തം ഒരു 250 ഗ്രാം കഫം ഏകദേശം ഇങ്ങോട്ട് പുറത്തേക്ക് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ പുറത്തേക്ക് ഇങ്ങ് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ഈ മക്കൾ അവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? അവർ ടിഷ്യൂ പേപ്പറിന് അവർ ഓടിയില്ല, വാഷ് ബേസിൻ്റെ മുകളിലുള്ള ടർക്കിക്ക് അവർ ഓടിയില്ല, ബാത്റൂമിലുള്ള തോർത്തുമുണ്ടവന് ഓടിയില്ല. ആ മക്കളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ആ മൂക്കിലൂടെയും വായിലും വന്ന ആ കഫം പൂർണ്ണമായും അവർ കൈ കൊണ്ടെടുക്കുകയും അവരുടെ തുണിയെടുത്തുകൊണ്ട് ആ വാപ്പയുടെ മുഖം തുടച്ചു കൊടുത്ത്, അപ്പോഴേക്കും ഒരാൾ ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുവന്നു. ആ പാട്ടയിൽ നിന്നെടുത്ത വെള്ളം ആ ഒരു ഉപ്പയുടെ ആ മുഖം കഴുകിക്കൊടുത്ത് വൃത്തിയാക്കി അവർ നന്നായി കഴുകി വൃത്തിയാക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, അല്ലാഹു തആല ഇവർക്ക് വലിയ ഒരു നിഅമത്ത് അല്ലാഹു തആല കൊടുക്കാൻ കാരണം. ഞാൻ ചോദിച്ചു, എത്ര വരെ സ്കൂളിൽ പോയിട്ടുണ്ട്? 3 വരെ സ്കൂളിൽ പോയിട്ടുണ്ട്. എത്ര വരെ സ്കൂളിൽ പോയി? 4 വരെ പോയിട്ടുണ്ട്. ഇവർക്ക് ഭൗതികപരമായ രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസവുമില്ല, പക്ഷേ വലിയ കോടീശ്വരന്മാരാണ്. പക്ഷേ ആ കോടീശ്വരനാവാൻ അല്ലാഹു തആല അവർക്ക് വാപ്പയോടും ഉമ്മയോടുമുള്ള ആ സുന്ദരമായ രൂപത്തിൽ നോക്കാനുള്ള ഒരു തൗഫീഖ് അവർ ലഭിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ആ വാപ്പയെയും ഉമ്മയെയും നന്നായി നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് മനസ്സിലാക്കി, അൽഹംദുലില്ലാഹ് ഈ മക്കൾക്ക് വെറുതെ അല്ല പൈസ കൊടുത്ത് പഠിച്ചോ, ഓലെ കച്ചവടത്തിൽ ഭയങ്കര ബർക്കത്ത് കൊടുത്ത് വെറുതെ അല്ല. അതെന്തിനാണ്? അത് ഈ വാപ്പനെ നോക്കിയത് കൊണ്ടാണ്. അപ്പോൾ ആ വാപ്പനെ നോക്കാനുള്ള തൗഫീഖ് എത്രയാണ്? ഇന്ന് നമ്മൾ വാപ്പനും ഇമ്മനെയൊക്കെ നമ്മൾ വൃദ്ധസദനത്ത് കൊണ്ടേക്കാണ്. ഞാൻ പലപ്പോഴും എപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ റോഡ് സൈഡിലൂടെ കാറിലിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കപ്പ വിൽക്കുന്ന ആളുകളെ കാണാൻ കഴിയും. പ്രായമുള്ള ആളുകൾ റംബുട്ടാൻ വിൽക്കുന്നത് ഇങ്ങനെ കാണും, പ്രായമുള്ള ആളുകളാണ്. ഇവരെങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ ഈ പ്രായമുള്ള വാപ്പാക്കും ഉമ്മ ഒക്കെ മക്കളുണ്ടാവൂലേ, എന്തിനാണ് ഈ മഴയത്ത് ഈ ഒരു വാപ്പനെ ഈ റംബുട്ടാൻ വിൽക്കാൻ വിട്ടുകണ്? ഇവർക്കൊന്നും വാപ്പനെ കൊണ്ടുപോയി നോക്കിക്കൂടെ എന്ന് ഞാൻ അങ്ങനെ എൻ്റെ സ്വന്തം മനസ്സിൽ ആലോചിക്കണം. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, റെയിൽവേയിൽ കുറേ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. അവർക്കൊക്കെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വാപ്പനി ഇമ്മനി നോക്കാൻ വയ്യ. ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ ഒരു തൗഫീക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വിവാഹം നടത്തുകയാണെങ്കിൽ ആ വിവാഹം നടത്താൻ വാപ്പൻ്റെ ഉമ്മൻ്റെയും സമ്മതം വേണ്ട മക്കൾക്ക്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ ചിലവരുടെ മുഖങ്ങൾ കാണുമ്പോൾ ഞാൻ വായിക്കുന്നുണ്ട്. ചിലവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ വരുന്നുണ്ട്. കാരണം ഞാൻ ആ വേദന അനുഭവിക്കുന്നവരാണ്, ആ വേദന കഷ്ടപ്പെടുന്നവരാണ്. വാപ്പയുടെയും ഉമ്മയുടെയും ഒരു റൂമിലാക്കി അടച്ചിട്ടുകൊണ്ട് അവരെ നോക്കാൻ ഏതെങ്കിലും ഒരു ബംഗാളിയെയോ ആസാമിയെയോ കൊണ്ടുവന്നത് അവിടെ നാക്കി അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്
അവർ പോയാൽ ബാപ്പനോട് ചീത്ത, എന്തിനാ തള്ളേ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇങ്ങനെ പറയാൻ പോണേ, എന്തിനാ തന്തേ ആവശ്യമില്ലാത്ത പറയാൻ നോക്കണേ, എത്ര പണിക്കാർ പോയി, ഈ നിങ്ങൾ രണ്ടാളും തന്നെ അവിടെ നിൽക്ക് എന്ന് പറയുന്ന എത്ര മക്കളുണ്ട്. വാട്സപ്പിലൂടെ ഒരു മജ്‌ലിസ് കഴിയുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഇതുപോലെ വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മൂല്യമുണ്ട്. ആദരവ്, ബഹുമാനം എന്ന് പറയുന്ന ഒരു വിഷയം പറ്റേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വിവാഹം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ വിവാഹത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും സമ്മതമില്ല. അവർ തന്നെ സ്വയം കണ്ടെത്തി, അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് അവരെല്ലാത്തിനും കഴിഞ്ഞിട്ട് എനിക്കും ഒരാളുണ്ട് വാപ്പ, ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ, എനിക്ക് ഒരു പെണ്ണുണ്ട് അവളെ കഴിക്കോളും, അത് വേണ്ട മോളെ എന്ന് പറഞ്ഞാൽ നോ ഇല്ല പറയൂല. ഇന്നലെ ചൊവ്വാഴ്ച ദിവസമാണ്. ഞാൻ ചൊവ്വാഴ്ച പൊതുവെ വീട്ടിൽ ആളുകളുടെ സങ്കടം പറയാവുന്നത് കേൾക്കാൻ വേണ്ടി ഒരു ദിവസം ഇരിക്കാറുണ്ട്. ഇന്നലെ എന്നോട് ഒന്ന് പറഞ്ഞു, കോടീശ്വരനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് വലിയ ഫ്രൂട്ട്സിൻ്റെ വലിയ ഒരു തോട്ടമുണ്ട്, ആ തോട്ടം ഒന്ന് വിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. ഏക്കറക്കണക്കിന് തോട്ടയുണ്ട്. അങ്ങനെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഉസ്താദേ. എന്താണ് കാര്യം? എൻ്റെ മോളെ ഇൻ്റെ നേരെ അയലോക്കത്തുള്ള ഒരു ചെക്കനായിട്ടുള്ള ബന്ധത്തിലാണ്. 24 വയസ്സായിക്കണിപ്പം എൻ്റെ മോക്ക് ഓള് കല്യാണത്തിന് സമ്മതിക്കാനായിട്ടില്ല. എനിക്കാണെങ്കിൽ ഒരിക്കലും എൻ്റെ കുടുംബത്തേക്ക് പറ്റൂല. അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും അഡ്ജസ്റ്റ്മെൻറ്റിലെത്തിയിട്ടുണ്ട്. എന്നാണോ വാപ്പ സമ്മതിക്കണത് അന്ന് മതി എന്ന് രണ്ടാളും അങ്ങനെ വാപ്പ സമ്മതിച്ച എന്ന കല്യാണം അതുവരെ രണ്ടാളും കാത്തിരിക്കാൻ തീരുമാനിച്ചത്. ഈ വാപ്പയുടെ ഈ കൽബ് ഇങ്ങനെ കാണുമ്പോൾ, വാപ്പയുടെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീരിങ്ങനെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര വിഷമാണ്. ചില നിക്കാഹിനൊക്കെ പോകുമ്പോൾ ഉസവ്വിജുക അലാമാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് എന്നാണ് പറയുമ്പോൾ, ഉസവ്വിജുക സവ്വജതുക ഞാൻ എൻ്റെ മകളെ നിന്നെ ഏൽപ്പിച്ചു തന്നു എന്നാണ് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് കണ്ണുന്നുണ്ട് വെള്ളം ഒരിക്കലാണ്. ചിലർക്ക് ഇത് പറയാൻ തന്നെ കിട്ടൂല. അതെന്താ കാരണം? സുബ്ഹാനല്ലാഹ് ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റി വളർത്തിണ്ടാക്കിയ മോളെ ഞാനിപ്പോൾ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണല്ലോ. ആ ഒരു വിഷമം, മകള് പോണൊരു വിഷമം കൊണ്ട് ചില വാപ്പാരൊക്കെ കരയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മൾ പ്രധാനമായും നമ്മുടെ കൽബിലുണ്ടാവേണ്ട കാര്യം അൽഹംദുലില്ലാഹ് ഈ വാപ്പയോടും ഉമ്മയോടും നമുക്ക് അവരെ നോക്കാനുള്ള വലിയൊരു തൗഫീഖ് നമുക്കുണ്ടായിത്തീരണം. എല്ലാ വിഷയങ്ങൾക്കും വേണം തൗഫീഖ്. ആ തൗഫീഖിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് ഇവിടെ എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തൗഫീഖ് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഖാഫി നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിലൂടെ പറഞ്ഞു, ഞാനിവിടെ ഒരുപാട് പള്ളികളും മദ്രസകളും മുതഅല്ലിമീങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇതുവരെ പിരിവെടുക്കാറില്ല. ഈ ഹജ്ജിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ഫായിദ കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളിയും മദ്രസയും അതുപോലെ അൽഹംദുലില്ലാഹ് ദർസുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് വലിയൊരു തൗഫീഖാണ്, ചെറുതല്ലല്ലോ. ഇപ്പം അൽഹംദുലില്ലാഹ് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കി അൽഹംദുലില്ലാഹ് അതിലേക്ക് ദർസിന് സൗകര്യമാകുന്ന രൂപത്തിലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്ന് നല്ല ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ടവർ ലക്ഷ്യമിട്ടിരിക്കുന്ന. അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരു മുതഅല്ലിം, ആ ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുക, ആ ഒരു മുതഅല്ലിമിന് പാർപ്പിടം കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ തൗഫീഖല്ലേ? അത് ചെറുതാണോ? അൽഹംദുലില്ലാഹ് വലിയ വലിയ പണ്ഡിതന്മാർ, ഉസ്താദുമാർ അൽഹംദുലില്ലാഹ് ഈ സ്റ്റേജിലുണ്ട്. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച ഒരു ചെലവ് വീട്ടുകാരുണ്ടാവും. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഭക്ഷണത്തിന് പോയതുണ്ടാവും. ഓരോരുത്തരും കുറേ കഥ പറയാനുണ്ടാവും. ഭക്ഷണത്തിന് പോയതും ഭക്ഷണത്തിന് പോകുമ്പോൾ മാങ്ങ തന്നതും ചക്ക തന്നതൊക്കെ ഒരുപാട് കഥകൾ പറയണം. ഞാൻ മലപ്പുറം ഭാഷയിലാണ് ചക്ക എന്നൊക്കെ പറയണേ. അത് സംഘത്തിൻ്റെ ഇവിടെ പറയല് അങ്ങനെ. ഞാൻ മലപ്പുറം ഭാഷയെ പറയുള്ളൂ എന്താണെങ്കിലും. അതുകൊണ്ട് ഏത് നാട്ടിൽ ചെന്നാലും ഞാൻ ഈ ഭാഷയെ പറയുള്ളൂ. അപ്പോൾ അത് തിരിയുന്ന ഞാൻ മനസ്സിലാക്കണേ. അപ്പം അങ്ങനെ ഒക്കെയുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ ഉമ്മാരൊക്കെ മരിച്ചുപോയി. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട സഖാഫിക്കും ഭക്ഷണം തന്ന ഒരു വീട്ടുകാരുണ്ടാവും. 10 മണിക്കൊരു ചായ, ഉച്ചക്ക് ഒരു ചോറ്, രാവിലെ ഒരു ചായ, അങ്ങനെയാണ്. അസർക്ക് ഒരു ചായ, രാത്രി, അങ്ങനെയൊക്കെ പണ്ട്. പിന്നെ അങ്ങനെ ഓരോന്ന് കുറഞ്ഞ് പോന്ന് ഇപ്പം മൊത്തം 500 റുപ്യക്ക് 3 മൂലർക്ക് ചിലവ് പൈസ കൊടുക്കാനായി അല്ലേ? ചിലവ് വീട്ടിൽ ഭക്ഷണം പറഞ്ഞാൽ ചില അമ്മമാർ പറയും,
ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പ്രസവിക്കാനയക്കണേ. അപ്പം പിന്നെ 2-3 മാസം കഴിഞ്ഞാൽ പിന്നെയും ചിലവ് പറയുമ്പോൾ കരുതുമ്പോൾ പ്രസവിക്കാനയക്കണേ. ഇതത്തത് മൊയലറ്റിയ അല്ലേ? അപ്പം മൊയലറ്റത് മാസം പ്രസവിക്കാൻ. അപ്പം ആ തൗഫീഖ് വലിയ കമ്മിയാണ്. അപ്പം അൽഹംദുലില്ലാ ഒരു മുതഅല്ലിമിന് അൽഹംദുലില്ലാ പോറ്റുക, അവർക്ക് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എനിക്ക് ഭക്ഷണം തന്ന ഒരു വാപ്പിയുമ്മയുണ്ട്. അഹമ്മദ് കുട്ടി മാനു ഫാത്തും താത്ത എന്നാണ് ഓല പേര്. ഓല ഞാൻ ദർസിനെ പറ്റി പറയുമ്പോൾ ഓല സ്മരിക്കാതെ പോവാറില്ല. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി മാനും ഫാത്തും താത്തയും ഇവർക്ക് രണ്ടാക്കും വീടൊന്നുമില്ല. ഒരു മുതലാളിയുടെ പീടിയയുടെ ബാക്കിൽ ഒരു ഓല കൊണ്ട്, തെങ്ങിൻ്റെ ഓല കൊണ്ട് തടുക്ക് എന്ന് പറയും അല്ലേ, ആ തടുക്ക് നിങ്ങൾ മറ്റൊടുത്ത് അവിടുത്തെ ഉസ്താദല്ലേ, പള്ളിൻ്റെ പണി കഴിഞ്ഞോ? അങ്ങനെ അതാണ് നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ തിരിഞ്ഞപ്പോഴാണ് കണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ ഈ ഒരു വലിയ മുതലാളിയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു ഓല കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് ഇവർ താമസിക്കണേ. മാനോക്കാക്കും പാത്തും താത്താക്കും 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ല. ഇവർ 2 പേരും ഭക്ഷണത്തിന്, ഞാൻ രാത്രിക്കത്തെ ഭക്ഷണം എനിക്ക് അവിടെയാണ്. രാത്രിക്കത്തെ ഭക്ഷണം അവിടെ. അവർക്ക് സ്വന്തമായി ഒരു ജോലിയുമില്ല രണ്ടാക്കും. എന്താ പിന്നെ ജോലി? മാനോക്കും പാത്തും താത്തയും രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് മാനോക്ക വലത്തേ ഭാഗത്തുകൊണ്ട് പോകും, പാത്തും താത്ത ഇടത്തേ ഭാഗത്തുകൊണ്ട് പോയിട്ട് ഓരോ വീടുകളിൽ കയറിയിട്ട് ആ വീട്ടിൽ ടെലിഫോൺ ബില്ലടക്കുക, റേഷൻ കടയിൽ നിന്ന് പഞ്ചസാരയും മണ്ണെണ്ണയും കൊണ്ടേ കൊടുക്കുക. ഇതാ വരെ പണി ഇത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ വല്ല സംഗതിയും കൊണ്ടുവന്നിക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ കത്ത് ചെയ്തിന കാല. എന്നിട്ടോ സുബ്ഹാനല്ലാഹ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പണി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് മാനോക്കും പാത്തും താത്തയും മഗ്‌രിബാകുമ്പോൾ പുരയിലെത്തും, നല്ല ഭക്ഷണം ഉണ്ടാക്കും. കാരണം എന്താ, ഒരു നേരത്തെ ഭക്ഷണം. അപ്പോഴാണ് നമ്മളെ ചിലവ് അവിടെ. മാഷാ അല്ലാഹ്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് 3 പഞ്ചായത്തിൽ നടന്നു നോക്കിയാൽ വലിയ വലിയ കോടീശന്മാരെ വീട്ടിൽ എല്ലാം സൂപ്പർ ഭക്ഷണക്കാർ അവിടെ ഉണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ രാത്രിയാകുമ്പം ഞങ്ങളൊരു 3-4 മുതഅല്ലിമീങ്ങൾ ഒന്നിച്ചാ ഭക്ഷണത്തിന് പോവുക. ഭക്ഷണത്തിന് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു മണ്ണെണ്ണ വിളക്കും കൊണ്ടിട്ട് ഉമ്മ പാത്തും താത്ത കറുത്ത തുണിയൊക്കെ എടുക്കണം, നല്ല പ്രായമായ ഉമ്മയാണ്. അങ്ങനെ ഈ വിളക്കും കൊണ്ടിങ്ങനെ നിൽക്കും. ഞങ്ങൾ കുറേ 5-6 മൂലിയേറ്റുകൾ ഇങ്ങനെ പോകുമ്പോൾ എന്നിട്ട് ചോദിക്കും, എൻ്റെ മൂലിയേറ്റിയോടെ എന്ന്. അങ്ങനെയാ മലപ്പുറത്ത് പറയുക, മൂലിയേറ്റി അങ്ങനെയാ പറയുക. മുസ്ലിയാർ കുട്ടി എന്നാണ് ഇപ്പോൾ പറയണത്, അത് ഇസ്മാമാക്കിയതാണ്. അപ്പം അങ്ങനെ മൂലിയേറ്റിയോടെ നിൽക്കുമ്പോൾ ഞാൻ ആ വിളക്കിൻ്റെ വെയ്ത്താലാണ് പോകും. ടോർച്ചൊന്നുമില്ല, ഒരാളെ കയ്യിൽ ടോർച്ച് രണ്ടാമത്തുണ്ടാവും. അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ അടിച്ചാൽ, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ അടിച്ചാൽ, കാരണം ബാറ്റ് കഴിയും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ ഭക്ഷണത്തിന് പോവുക. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ കാണിച്ച് അൽഹംദുലില്ലാ വരും. അങ്ങനെ ആ വിളക്കിൻ്റെ വെയ്ത്താല ഞാൻ ഇങ്ങനെ പോയി. അങ്ങനെ ഒരു പത്തായം ഉണ്ട് ഇവിടെ. പത്തായം എന്ന് പറഞ്ഞാൽ തിരിയൂലേ? ആ തിരിയും. ആ പത്തായത്തിൻ്റെ മുകളിൽ ഒരു പുല്ലിൻ്റെ പായ വിരിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഇതാണ് അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളും ചെയറൊക്കെ തന്നെ. അതിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉമ്മ വളക്കും കൊണ്ടുപോകും ഭാഗത്തുനിന്ന്. പിന്നെ ഞാൻ ഇരുട്ടത്താണ് കുത്തിരിക്കുക, ആകെ ഒരു വളക്കമുള്ളൂ. പിന്നെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് മെല്ലെ തട്ടിപ്പിടിഞ്ഞ് അങ്ങോട്ടൊക്കെ വീണാൽ ഞാൻ തന്നെ നീപ്പിച്ചാനുള്ളൂ, കാരണം അത്രയും വയസ്സുമായി പോകണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മെല്ലെ ഇങ്ങനെ കൊണ്ടുവരും. എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് അന്ന്. 7ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ആ പഞ്ചസാരൻ്റെ ഒരു പാത്രമുണ്ട്, അതിൻ്റെ മുകളിൽ മണ്ണെണ്ണ വിളക്ക് കയറ്റിയവിടെ വെക്കും. റെഡിയായി. പിന്നെ ഇതിൻ്റെ വെളിച്ചത്താണ് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും, തങ്ങളുട്ടിയെ, ഇടയ്ക്ക് അങ്ങനെ വിളിച്ചു, തങ്ങളുട്ടിയെ ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, അതുകൊണ്ട് മരിച്ച മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിങ്ങൾ നിൽക്കണം കേട്ടോ. പാത്തും താത്തയും മാനോക്കും പറയാൻ, ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾ 2 പേരുടെയും മയ്യത്ത് നിസ്കരിക്കേണ്ടത് നിങ്ങളാണ്. രണ്ടാളും ഇടക്കിടക്ക് പറയും. അങ്ങനെ സുന്ദരമായ രൂപത്തിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കും. മീനിങ്ങനെ കൊണ്ടുവരുമ്പോൾ മീൻ്റെ വാലിൻ്റെ കഷ്ണം മാത്രമേ എനിക്ക് എന്നും തരിക. വാൽ കഷ്ണം പൊരിച്ചിട്ടാണ് എനിക്ക് തരിക, ബാക്കിയുള്ളൊന്നും എനിക്ക് തരൂല. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ദിവസം 7ാം ക്ലാസ് പഠിച്ചിന പ്രായമല്ലേ, അപ്പം ഞാൻ കരുതി ഇവിടുത്തെ മീനിന് തലല്ലാവോ, അല്ല എന്നും നമുക്ക് ഈ വാൽ കഷ്ണമല്ലേ കിട്ടണേ. അപ്പം ഉമ്മനോട് ചോദിച്ചു, ഉമ്മ ഇവിടുത്തെ മീനിന് തലയൊന്നുമില്ലേ, എന്നും എനിക്ക് വാൽ കഷ്ണമാണല്ലോ കിട്ടണത്. സുബ്ഹാനല്ലാഹ്.
ആ സമയത്ത് ഉമ്മൻ്റെ ഒരു മറുപടി, മോനെ ഇവിടുത്തെ മീനിന് തലയില്ലാത്തത് കൊണ്ടല്ല, തലയുടെ ഭാഗം തിന്നാൽ നിങ്ങൾക്ക് തന്നാൽ മുള്ളു കുത്തുമോ എന്ന് ഉമ്മ ഭയന്നുകൊണ്ടാണ് തലയുടെ ഭാഗം തരാത്തത്. ആ ഉമ്മക്കും ഉപ്പക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് ഇപ്പോൾ ഈ ആലുവ ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആമീൻ എവിടത്തേക്കാണ് എത്തിയത്? കോട്ടക്കല്ലടുത്ത് ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒതുക്കുങ്ങലിൽ നിന്ന് ഉള്ളോട്ട് പോയാൽ മറ്റത്തൂരങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ട മമ്പുറത്തുപ്പാപ്പ കുറ്റിയടിച്ച വള്ളിയാണ് ആ പള്ളി. 5 ഏക്കർ ഭൂമിയുണ്ട്. ആ മക്ബറയിൽ കിടക്കുന്ന അഹമ്മദ് കുട്ടി മാനുവിനും പാത്തും താത്താക്കും ഈ ഒരു ഹജ്ജിന്റെ വേളയിൽ ഹജ്ജ് സംഗമത്തിൽ വെച്ചുകൊണ്ട് ഒരു ദുആ ചെല്ലുകയാണ്. ഇതാണ് ഒരു മുതഅല്ലിമിന് അൽഹംദുലില്ലാഹ് നാം സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഖിദ്മത്തിലും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഞാൻ ധാരാളം മജ്ലിസുകളിൽ പോകുമ്പോൾ അവിടെയൊക്കെ അൽഹംദുലില്ലാഹ് ദ്വാരക്കുമ്പോൾ ഇവരിങ്ങനെ പെടുകയാണ്. ഞാനിപ്പം സുബ്ഹാനല്ലാഹ് 313 മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസകളിൽ 263 മദ്രസയായി. 261ാമത്തെ മദ്രസ ഈ മാസം പൊന്നാനിയിൽ തുടങ്ങി. 262ാമത്തെ മദ്രസ സുബ്ഹാനല്ലാഹ് ഈ പ്രാവശ്യം തന്നെ കർണാടക തമ്പിനമക്കി എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാഹ് 263ാമത്തെ മദ്രസ അൽഹംദുലില്ലാഹ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് തുടങ്ങി. ഇന്ന് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ഇവിടെ എന്താ പെരുമ്പളോ ഒരു ദ്വീപുണ്ടല്ലോ ഇവിടെ, അവിടെ പോയിട്ട് ഒരു മദ്രസ ഉണ്ടാക്കാൻ പോകണമെന്ന്. 264ാമത്തെ അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖാക്കട്ടെ. ഈ 263 മദ്രസയിൽ നിന്നും അലിഫ് പഠിക്കുമ്പോൾ അള്ളാഹു എന്ന് ഉച്ചരിക്കുമ്പം മാനോക്കാനും പാത്തും താത്താനും കബർക്ക് ഇങ്ങനെ പോവുക. അവരോ ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എത്ര ശിഷ്യന്മാരുണ്ട്. എത്ര ശിഷ്യന്മാരുണ്ട്. ഒരുപാട് ഉസ്താദൊക്കെ അല്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കാനൊന്നും അകലല്ല. ഞാനാണ് നിരക്കാത്തുള്ളൂ. പിന്നെ ബർക്കത്തിന് 4 നിര തന്നുകൊണ്ട് ബലടിയാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല ഇവരൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു മജ്ലിസ് കബൂലാക്കട്ടെ. ഇവിടുത്തെ വലിയ വലിയ ഉസ്താദുമാരാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഖാഫിക്ക് അൽഹംദുലില്ലാഹ് 10-40 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് സ്വസ്ഥമായി പഠിക്കാൻ ഒരു മഹല്ലാവുമ്പോൾ അതിൻ്റെതായ റൂട്ടൊക്കെ ഉണ്ടാവും. ആ റൂട്ടിനെ പോകാൻ പറ്റുള്ളൂ. AC ഒക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പം മഹല്ലിൽ ചിലപ്പോൾ പ്രായമുള്ള ആളുകളാണ് കമ്മിറ്റിക്കാരെങ്കിൽ ഓൽക്ക് ഫാൻ തന്നെ മതിയാവും. കാരണം ഓല് ഫാനിൻ്റെ സിലബസിലാണുള്ളത്. ഞാൻ ഉണ്ടാക്കിയ മദ്രസയിലൊക്കെ AC-യാണ്. അധിക മദ്രസയിൽ 260 മദ്രസയിൽ AC-യാണ്. പഴയ കാലത്തെ മാതിരി ഇപ്പോൾ പറ്റൂലല്ലോ. മത്തം കറി അസുലം കുത്തി 1ാം ക്ലാസ്സിലെ ബഷീർ കീസ കീറി കുനിയൻ അമ്മിയിൽ കയറി മണ്ടൻ ഉണ്ട തിന്നു. ഇതൊക്കെ 1ാം ക്ലാസ്സിൽ പഠിച്ചേ. ഇന്ന് ഈ iPhone 17 പ്രസവിച്ച് വീണ ഈ കുട്ടികളോട് മണ്ടൻ ഉണ്ട തിന്നു എന്നാണ്. ഏതാ ഈ മൂലയിൽ കാലം കഴിഞ്ഞു പോയില്ലേ? അപ്പം അതൊക്കെ മാറ്റണം. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മാനോക്കാക്കും പാത്തും താത്താക്കും ഇപ്പം കിട്ടുന്നത് കണ്ടില്ലേ നിങ്ങൾ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കെട്ടിടത്തിന് ഇൻഷാ അല്ലാഹ് ഒരു 6 പില്ലർ വേണം ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിന് ഇൻഷാ അല്ലാഹ് 1.5 ലക്ഷം ഉറുപ്യ വേണം. ഒരു പില്ലറിന് 25,000 ഉറുപ്യാണ്. അസ്ഹാബുൽ ബദറിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ കുത്തുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ സ്ഥാപനം, ഈ കെട്ടിടം മുതഅല്ലിമീങ്ങൾ എത്ര മുതഅല്ലിമീങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ മിസ്ല് സവാബ് ഞങ്ങളെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ ആ ധർമ്മത്തിനെ നീ കബൂലാക്കണം റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആവശ്യമാകുന്ന 6 പില്ലർ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയ വാപ്പൻ്റെ പേരിലോ ഉമ്മൻ്റെ പേരിലോ തരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്. 263 മദ്രസകളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ. ആ ഏറ്റെടുത്ത സഹോദരൻ്റെ ഖൽബിൽ ലക്ഷ്യമുണ്ട്. ജാരിയായ ധർമ്മമാക്കി നീ കബൂലാക്കണം റഹ്മാനെ. മരിക്കുന്നത് വരെ, അവസാനത്തെ ശ്വാസം വരെ
ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ ആ കൂട്ടുകാരനും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ ഹയാത്തില്? മൂപ്പരെ ഹാജിക്ക വാപ്പിയമ്മ ഹയാത്തിലുണ്ടോ? രണ്ടാളുമില്ല. രണ്ടുപേരുടെയും ഖബറിലേക്ക് അതിൻ്റെ മിസ്ല് സവാബ് നീ എത്തിക്കണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാവാൻ 18 കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. മരിക്കാത്ത വാപ്പയും ഉമ്മയാണെങ്കിൽ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു ഫ്ലോറിൻ്റെ പില്ലറുണ്ടായി. അതിൻ്റെ കമ്പിയും അതിൻ്റെ മണലും അതിൻ്റെ പണിക്കൂലിയൊക്കെ അയിമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞമ്മക്ക് അതൊന്നാണ് സ്ലാബ് ഇടണം. ഈ പ്രാവശ്യം അജ്ജനുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു റാഹത്തോടെ അമലുകളൊക്കെ ചെയ്യാൻ തൗഫീഖാക്കട്ടെ. ഞാനും ഇൻഷാ അല്ലാഹ് ഇക്കുറി ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ അൽഹംദുലില്ലാഹ് ഒരു 2 ലക്ഷം റുപ്യ നമുക്കൊരു കമ്പി വേണേ. മെയിൻ സ്ലാബിനുള്ള കമ്പി 1,75,000 റുപ്യാവും. ഇതിപ്പോൾ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ മദ്രസ ഉണ്ടാക്കുന്ന ഒരു പ്ലാനാണ് വരക്കുക. അപ്പോൾ അവിടെ എനിക്കിപ്പോൾ ആരും പ്ലാനൊന്നും തരേണ്ട ആവശ്യമില്ല. പില്ലറിൻ്റെ എണ്ണം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ എനിക്കറിയാം. ഞാൻ പ്രാക്ടിക്കൽ എഞ്ചിനീയർ ആയിക്കണപ്പോൾ അങ്ങനെയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആരാണ് നമ്മളെ ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു 1.25 ലക്ഷം റുപ്യ ഇൻഷാ അല്ലാഹ് മെയിൻ സ്ലാബിൻ്റെ കമ്പിക്ക് വേണം. ആരെങ്കിലും ഒരാൾ നമ്മൾ ഈ സദസ്സിലുണ്ടായി പറഞ്ഞോളി. അൽഹംദുലില്ലാഹ്. ജാരിയായ ധർമ്മമാക്കി അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കയ്യിലുള്ള ഐഫോണിൻ്റെ വില 1,70,000 റുപ്യാണ്. അതിക്കൊരു 10 റുപ്യ കൂടി കൂട്ടിയാൽ മതി. അത് വള്ളത്തിൽ ചാടിയാൽ കഴിഞ്ഞതിൻ്റെ കഥ. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടോ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. 1 ലക്ഷം റുപ്യ അള്ളാഹു കബൂലാക്കട്ടെ. യാ റബ്ബ് യാ അല്ലാഹ്. ഞാൻ ചോദിക്കുന്നത് നിന്റെ ദീനിന് വേണ്ടിയാണ്. പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയ വലിയൊരു പ്രവർത്തനമാണ് ദർസ് എന്ന് പറയുന്നത്. ആ ദർസിലെ മുതഅല്ലിമീങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഓലാണ് അവിടുത്തെ മൂലയെത്തിയാള്. അന്നത്തെ പ്രിൻസിപ്പൾ ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അല്ലാഹ്. ആ ദർസിന്റെ പ്രൗഢിയെത്തിയ ദർസിന്റെ പ്രിൻസിപ്പാള് ഇവിടെ സക്കാഫിയാണ്. അന്ന് തുടങ്ങിയപ്പോൾ മുത്തുനബിയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരാണ് അവര്. അല്ലാഹു തആല മദീനയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലത് ഭാഗത്ത് റസൂലുള്ളാഹിന്റെ മിമ്പറും ഇടത് ഭാഗത്ത് റൗദിയ മുത്തുനബിന്റെ ഖബറുകളിൽ. അതിൻ്റെ ബേക്കിൽ നോക്കിയാൽ കാണാം ചെങ്ങലിട്ട് വെച്ചൊരു സ്ഥലം. ഒരു ചെങ്ങലിട്ട് വെച്ച സ്ഥലം അതാണ് സുഫ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവരൊക്കെ ഇരുന്നീനെ. പോലീസുകാർ എവിടെ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കണം ഇത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്, അല്ലാത്തടത്ത് പോലിക്കോ. അപ്പം നമ്മളവിടെ തിരക്കുണ്ടാക്കാതെക്കാനാണ് ഓല് നമ്മൾ ആട്ടണേ. തിരക്കുണ്ടാക്കണ്ടേ. അതുകൊണ്ട് എവിടെ പോലീസിനെ കണ്ടാലും അവിടെ ഒരു പാത്തി കൊണ്ടി. പിന്നെ ഇവിടെ മഹാണ്ടോ ഇല്ല നോക്കേണ്ട ആവശ്യമില്ല. എളുപ്പമുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനത്തെ അടയാളമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ പോലീസുകാർ സിഗ്നലിലേ ഉണ്ടാവുള്ളൂ. അവിടെ പാത്തിയോതിരി കാര്യമില്ല, അവിടെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഗൾഫിൽ നമ്മൾ മക്കത്തേക്കും മദീനത്തേക്കും പോകുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഉണ്ടെങ്കിൽ അവിടെ പോലീസ് ഉണ്ടാവും. ഇല്ല സാർ, അല്ലാത്തടത്ത് ഉണ്ടാവില്ല. അവിടെ മനസ്സിലാക്കണം നമ്മളവിടെ ഖബറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം റുപ്യ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത്. വാപ്പിയമ്മയൊക്കെ ഉണ്ടാജിക്കാം. കൊച്ചു മുഹമ്മദ് ഹാജി വെള്ളാഞ്ഞി 2023 നമ്മുടെ ഇവിടുത്തെ ഹജ്ജിന് വന്ന കൊച്ചു മുഹമ്മദ് ഹാജിയാണ് 1 ലക്ഷം രൂപ ഏറ്റത്. അള്ളാഹ് അപ്പൊ പറഞ്ഞ ആളല്ലേ. അള്ളാഹു തആല വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഇല്ല. 2 പേർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ 1 ലക്ഷം റുപ്യ കൂടി ആ കമ്പിക്ക് തരാൻ പോകുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മെയിൻ സ്ലാബിന്റെ ഇൻഷാ അല്ലാഹ് ഒരാൾ കൂടി 1 ലക്ഷം റുപ്യ ഏറ്റ അൽഹംദുലില്ലാഹ്. ആ ഒന്നാമത്തെ ഇതിനുള്ള അൽഹംദുലില്ലാഹ് ശുക്കൂർ ഹാജി കളമശ്ശേരി. ശുക്കൂർ ഹാജി അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. പാപ്പിയമ്മയൊക്കെ ഉണ്ട് ഉക്രാജി? 2024 പാപ്പനിമ്മ നിങ്ങൾ എപ്പോഴും ഓർക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഇപ്പം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പറഞ്ഞ അതാ ബാപ്പാനിമ്മാനും. ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ 19 വയസ്സാകുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി എല്ലാവർക്കും അറിയാം. ഓൻ്റെ പേരും അറിയാം, ഓനെല്ലാവർക്കും അറിയാം. ഓന് മാഷാ അല്ലാഹ് ഓനെല്ലാവർക്കും അറിയപ്പോൾ എന്തുകൊണ്ടാണ്? 2 കാര്യം ഓനിലുണ്ടായ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട 2 മൂല്യം ഓൻ്റെ അടുത്തുണ്ട്. ആ മൂല്യം ഒന്നെന്താണ്?
ഒന്ന്, അവൻ വിശ്വസിച്ച ആദർശത്തിൻ്റെ കൊടിയെ അവൻ ഉയർത്തിപ്പിടിച്ചു. സഫ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ആദർശത്തിന് വെടിവെക്കുന്നവന് കൈ കൊടുത്തില്ല. ആ ആദർശത്തിന് വെടിവെക്കുന്നവന് കൈ കൊടുക്കാതെ അപ്പുറത്ത് പോയി. ഞാനിങ്ങനെ ലൈനായിട്ട് വരുമ്പോൾ ഈ ഉസ്താദിന് കൈ കൊടുക്കാതെ പോന്നാൽ നിങ്ങളെന്താ കരുതുക? തങ്ങളാപ്പാക്ക് എന്തോ ഒരു പ്രശ്നം ഈ ഉസ്താദിനേറ്റുണ്ട് എന്ന് കരുതൂലേ? സുബ്ഹാന, കരുതിയാലും വേണ്ടിയില്ല, ആണ്ട് പിടിച്ചാ കൊടി. അതന്നെ ഒരു മൂല്യം. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. അല്ല ഗോളടിച്ചതല്ല, ഗോള് അടുത്തല്ല വേറെ അടിച്ചു. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഒരു കാര്യമോ, തന്നെ നോക്കിയ മാതാവിനെ ആ ഉമ്മയുടെ നെറ്റിയിൽ ചുംബം കൊടുക്കുന്നു, കൈ പിടിച്ച് സലാം പറഞ്ഞു പോരുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഗ്രൗണ്ടിലിറങ്ങി സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തേ ചെറുപ്പക്കാരിത് ഉൾക്കൊള്ളാത്തത്? ഗോളടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ, ഗോളടിച്ചത് മാത്രമേ ഉൾക്കൊള്ളൂ. ഇത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അപ്പം മാപ്പനും ഇമ്മനും നമ്മൾ ശരിക്കും നോക്കിയാൽ എല്ലാ ഖൈറും നമുക്ക് വരും, എല്ലാ ഖൈറും വരും. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പം ഇൻഷാ അല്ലാഹ് അതങ്ങോട്ടായി. അൽഹംദുലില്ലാ. ഇനി ആരാ അൽഹംദുലില്ലാ നമുക്കതിൻ്റെ ഇൻഷാ അല്ലാഹ് മെറ്റൽ എംസാൻഡും വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനാരാ ഇൻഷാ അല്ലാഹ് ഒരു 75,000 റുപ്യ തരാൻ പറ്റുന്ന ഒരാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 75,000 റുപ്യ അൽഹംദുലില്ലാ. അതിൻ്റെ മെറ്റൽ എംസാൻഡും അതിൻ്റെ കണുണൊക്കെ പടക്കൂട്ടി ഇൻഷാ അല്ലാഹ് നമ്മളെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഒരാൾ 75,000 തരാൻ പറ്റിയ ഒരാൾ? ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പറയണുണ്ടെങ്കിൽ, തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുള്ളൂ. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരാരെങ്കിലും ഉണ്ടോ ഒരു സ്വർണത്തിൻ്റെ നാണയം തരാൻ? അൽഹംദുലില്ലാ. നമ്മുടെ ഈ ഒരു കെട്ടിടത്തിന് വേണ്ടി അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ആരെങ്കിലും ഉണ്ടോ ഒരു 75,000 റുപ്യ തരാൻ പറ്റുന്ന ആൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരുമില്ലേ? 75,000 പറയാൻ പറ്റുന്ന ആൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആരും വിഷമിച്ചൊന്നും പറയണ്ട, നല്ല റാഹത്തിൽ പറഞ്ഞാൽ മതി. ബിസ്മില്ലാ. ആരാ? ഒരാൾ കൂടി. അല്ലാഹ്, സഹോദരിമാരെ ഭാഗത്താരും ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ്. ഒരു 75 റുപ്യ പറയാൻ പറ്റിയ ആളുകൾ ആരും ഇല്ലേ? ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇതവിടെ കടന്നു ഇതാരും ഓരിയൊക്കെ വരില്ല. ബാക്കിയൊക്കെ മക്കൾ മെച്ചാൻ കാത്തുക്കുക. 7 കഴിഞ്ഞാൽ 14 ഉണ്ടാവില്ല, 14 കഴിഞ്ഞാൽ ആണ്ടും ഉണ്ടാവില്ല. കാരണം എന്താ? അതൊക്കെ കഴിഞ്ഞ് മുതലപ്പത്തിന് കഴിഞ്ഞില്ലേ? ഇന്നാളിപ്പോൾ എന്നോട് ഒരു ജ്യേഷ്ഠത്തി അനിയത്തിയും ഓല് ഭയങ്കര പ്രശ്നം. ജ്യേഷ്ഠത്തി പറയാ അഞ്ചത്തിനോട്, ബാപ്പൻ്റെ മുതൽ അനക്കല്ല തോന കിട്ടിയത്, അതുകൊണ്ട് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ആണ്ട് നിങ്ങൾ കഴിച്ചോളി. അതെന്താ കാരണം? ഈ പുര ഒരുക്കുമ്പോൾ ചെറിയ മക്കൾക്കാണല്ലോ പുര കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് മുതലാർക്ക് തോന കിട്ടിയത് ചെറിയ മകനാണ്. അതുകൊണ്ട് ബാപ്പാൻ്റെ ആണ്ട് നിങ്ങളാണ് നടത്തിക്കോളീൻ. ഇത് കച്ചറേ, ഇത് മസലത്ത് പറയാൻ പോവാ ഞാൻ. നോക്കുകയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഇപ്പം കുറച്ച് പൈസ തന്നാൽ മസലത്തിന് എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പാടെ കയ്യോ? ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ട് അൽഹംദുലില്ലാ 75,000 റുപ്യ തരാൻ പറ്റിയ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. വേറൊരു സഹോദരൻ 1,00,000 റുപ്യ. അപ്പോൾ അത് മതി. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകണം റഹ്മാനേ. ഉപ്പിമൊക്കെ ഉണ്ടോ സഖാഫി? അവരെ ഉണ്ട്. ഉണ്ടോ? ഈ 1,00,000 തന്നാളെ പാപ്പിയുണ്ടോ? ഇല്ല. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. പടച്ചവനെ, ബാപ്പൻ്റെയും ഉമ്മൻ്റെയും പൊരുത്തം വാങ്ങുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് അങ്ങനെ ആയി. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കല്ല് വേണം. കല്ല് വേണമല്ലോ. അപ്പോൾ ആ സിമൻറ്റ് വേണം. കുറച്ച് ഒരു 100 ചാക്ക് സിമൻറ്റ് വേണം സ്ലാബിന്. ആരാ 100 ചാക്ക് സിമൻറ്റ് തരാൻ പറ്റുന്ന ആൾ? ഒരു 40,000 റുപ്യ ആവുള്ളൂ അതിന്. ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 50,000 റുപ്യ തന്നാളേ, ഞെങ്കിൽ സിമൻറ്റ് അങ്ങോട്ടായാലോ? ബിസ്മില്ലാ. ആരാ അൽഹംദുലില്ലാ ഒരു 50,000 റുപ്യ തരാൻ പറ്റുന്ന ആൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടോ? ആ സ്ലാബ്, മെയിൻ സ്ലാബ് വാർക്കാനാണ്. 50,000 റുപ്യ തരാൻ പറ്റിയ ഒരാൾ ആരുമില്ലേ? ഒരാളുണ്ടല്ലോ നമ്മൾ സദസ്സിൽ. ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ വേഗം പറയും. നിർത്തി, ഞാൻ ഇപ്പം നിർത്തും. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ 100 പേക്ക് സിമെൻറ്റ്? ഇൻഷാ അല്ലാഹ്. ഈ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ആരുമില്ലേ? എന്താ ഇപ്പം നിങ്ങൾ 100 ചാക്ക് സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടെങ്കിൽ വേഗം പറയും. അല്ലാഹ്. എന്നാൽ 50 പേക്ക് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 പേക്ക് ബിസ്മില്ലാ. വേഗം പറയും. ചെറുത് 20,000 റുപ്യ. അൽഹംദുലില്ലാ. നവാസ് ഇൻഷാ അല്ലാഹ് ഒരു
50-60 ചാക്ക് സിമന്റ് ഉണ്ടാവും. അള്ളാഹു കബൂലാക്കട്ടെ. നവാസിന്റെ അപ്പിയമ്മയൊക്കെ ഉണ്ടോ? നവാസ് മീന്ത്രക്കൽ കോമ്പാറ. അപ്പിയമ്മയുണ്ടോ? ആപ്പമില്ല. ആപ്പയില്ല, ഉമ്മണ്ടെന്ന് ആലോചന പറയണേ. ആപ്പയില്ല. ആപ്പല്ല അല്ലേ? നവാസ് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആരാള്? നവാസ് അവിടെ ഉണ്ടല്ലേ? അപ്പിയമ്മ ഉണ്ടടാ? രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ സക്കാപ്പി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോ മനസ്സിലായത് ഇത് കൊല്ലം മറന്നിക്കണ്. മറ്റേ ഈ ആചാരത്തൊക്കെ കൊല്ലടക്കം പറഞ്ഞാണ്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. വാപ്പയുടെയും ഉമ്മയുടെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ആ നവാസിനും കുടുംബത്തിലും ഖൈർ നൽകണം അല്ലാഹ്. നീ ആരാ? ഒരാളും കൂടി 25,000 തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവാസിന്റെ വാപ്പുണ്ട്. രണ്ടാളുണ്ട്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കരുതിയ നവാസ് വേറെ, അത് ഈ കൊല്ലം പോരാനുള്ള ആളാ. ബിസ്മില്ലാ. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് ഒരാളും കൂടി. അൽഹംദുലില്ലാ. അലിഹാജി പടമകൾ 20,000 രൂപ. 20,000 റെഡിയായി. അപ്പോൾ വാർത്ത് അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളാ നാടിൻ്റെ പേരെന്തേനും നമ്മൾ വെള്ളിണ്ടാക്കിയേ? കൊഴിവേലിപ്പടിയിലൊക്കെ 1 കോടി ഉറുപ്പ്യൻ്റെ അടുത്തായിട്ട് വാതിലൊക്കെ ഇത്രയല്ലേ? 5 ലക്ഷത്തിൻ്റെ ഒക്കെ വാതിലല്ല ആളുകൾ കേൾക്കണേ. അൽഹംദുലില്ലാ. ഓരോന്നാ ചോദിച്ചോളൂ. അത് നോൽമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓലടുത്ത് ഞാൻ പഠിച്ച വലിയൊരു ഇൽമുണ്ട്. എന്താണ്? ഈ സീറ്റ് ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെക്കുന്നുണ്ട്. ഇങ്ങനെ പെരിഞ്ചൂടത്തെ റമദാൻ. അപ്പം ഞാൻ ടാങ്ക് നിറഞ്ഞ് ഒലിക്കുന്നുണ്ട്. മോട്ടർ ഓഫാക്കാൻ പറയാം. അപ്പം പറഞ്ഞ് മോട്ടർ അതിൻ്റെ മുകളിലേക്ക് മഴ ഇങ്ങനെ പെയ്യിച്ചവർ അറഫീത്ത മൈരി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഴ പെയ്ച്ചപ്പോൾ ഈ സീറ്റിൻ്റെ ചൂടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ആ വെള്ളം വെക്കണം. ആ ടാങ്ക് നിറഞ്ഞതല്ല. അത് കണ്ടപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ആ ഐഡിയ കഴിഞ്ഞ റമദാൻ എടുത്ത്. ഓരോ ഇൽമ എല്ലായിടത്തും പഠിച്ചണല്ലോ. അപ്പം അങ്ങനെയുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. 20,000 റുപ്യ. മൂപ്പര വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഇപ്പം നിങ്ങളാൾ പറഞ്ഞേ? ഇല്ല. ശരിക്കന്നല്ലേ? ഇല്ല, വാപ്പമ്മ ഇല്ല. ഹയാത്തിലുള്ളവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതായി. മറ്റൊരു സഹോദരന്റെ മകള് മരിച്ചു അടുത്ത ദിവസം. ഒരു ഫ്ലോർ പണിയാൻ വേണ്ടി 10 ലക്ഷം രൂപ. അൽഹംദുലില്ലാ. ഒരു ഫ്ലോറിനൊക്കെ കൂടുള്ളത്. ഒരു ഫ്ലോർ കൊണ്ട് ഇൻഷാ അല്ലാഹ് 10 ലക്ഷം കൊണ്ടാവൂല. അൽഹംദുലില്ലാ. അപ്പം അയക്കാണ് കൂട്ടിയാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. നല്ല AC സംവിധാനത്തോടെയാണ് നമ്മൾ ഈ ദർസ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇന്നലെ കുട്ടികളെ ഓതുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഉത്തരവുകയാണ്. മാത്രേൻ്റെ അസുലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചൊറിഞ്ഞിട്ട് ആകെ ഇപ്പം ആ ചൊറിച്ചിലൊന്നുമില്ല. ഇപ്പം ഞമ്മക്ക് ചോറി ഇതൊക്കെ മാത്രേൻ്റെ അസുല വെച്ച് ചൊറിഞ്ഞ് 1.5 ദിവസം അസുല പഠിച്ച ടീം. അതൊക്കെ പേപ്പറിലൊക്കെ ഉസ്താദ്മാർ എഴുതി തന്ന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അടുത്ത ദിവസം മരിച്ചു. ഈ 10 ലക്ഷം തന്നാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. മോളെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ല് സവാബിനെ എത്തിക്കണം റഹ്മാനെ. എത്ര? അൽഹംദുലില്ലാ. ഞാൻ കട്ടയെന്ന് ചോദിച്ചാൽ നിൽക്കണം. പഠിക്കേണ്ടപ്പോൾ ഇത് വാർത്തിട്ടല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാ. 3 നിലമാണ്. കാരണം 5 സെൻറ്റ് സ്ഥലം ഇവിടെ ഉള്ളൂ. 6 പില്ലർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഭാഗത്തും കൂടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇത്രേ ഉണ്ടാവുള്ളൂ. പാസ്സാണ്. നേരത്തെ 1 ലക്ഷം രൂപ തന്ന ആളുടെ അനിയനാണ് ഇബ്രാഹിം. നടുവിലെ വേളാങ്കോട്ടി. 1 ലക്ഷം നടുവിലെ വീട്ടിൽ തന്ന ആളുടെ അനിയനാണ്. 500 കട്ടയായിട്ട്. ഇപ്പം 500 കട്ട. ഞമ്മക്ക് വേണ്ടത് 1000 കട്ടയാണ്. 1000 കട്ടക്ക് ഇപ്പം എത്രയാകുകയെന്ന് വെച്ചാൽ ഇവിടെ ഓളോബ്രിക്സ് അല്ലേ? 35 റുപ്യ. ചെറിയ പൈസയുള്ളൂ. 35,000 റുപ്യ 1000 കട്ടക്ക്. അത് ചിലപ്പോൾ 1000 കട്ട ചിലപ്പോൾ മൂപ്പര് തന്നെ കഴിക്കാറോ ഒന്നുകൂടി ചോദിച്ചു നോക്കി. കാരണം വലിയ പൈസയും കരുതിയിട്ടുണ്ടാവും. പക്ഷെ അത് 1000 കട്ട അൽഹംദുലില്ലാ 35,000 റുപ്യാണ് അതിന് വേണ്ടത്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. 1000 കട്ടയാന്ന് ചോദിച്ചു സാർ ഒന്നും ചോദിച്ചു നോക്കി അല്ലേ? അതവിടെ നിൽക്കട്ടെ. അൽഹംദുലില്ലാ. 1000 കട്ട തരാൻ പറ്റിയ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ. 2 ഫ്ലോറിൻ്റെ പണി ഒപ്പം പണി തീർത്തില്ലെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല. 3 ഫ്ലോർ ഉണ്ടാക്കണം എന്നെങ്കിലും ഉണ്ടാവുള്ളൂ. 1 ഫ്ലോറിൻ്റെ സ്ഥാനത്ത് ആകണുള്ളത്. ബിസ്മില്ലാ. ഒരാളുണ്ടോ ഇതിനാവശ്യമാകുന്ന 1 ഫ്ലോറിലേക്കുള്ള ഇൻഷാ അല്ലാഹ് ഇൻ്റർലോക്കിൻ്റെ കട്ട? അൽഹംദുലില്ലാ. 25,000 അല്ലേ? അബൂബക്കർ ഹാജി എടപ്പള്ളി. അബൂബക്കർ ഹാജി
2023 ഹജ്ജിന് വന്നതാണ്. എടപ്പള്ളി. ഇനിയിപ്പോൾ ഹജ്ജിന് പോകാത്തോലെ അടങ്ങാറാവൊന്നും വേണ്ട. നിങ്ങളൊക്കെ വെള്ളിയാഴ്ച ജുമാക്ക് പോകണില്ല, അതൊക്കെ ഹജ്ജ് തന്നെ. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ഇപ്പോൾ റെഡി. നിങ്ങൾക്കും തരാം സംഭാവന. ഞാൻ ഹജ്ജ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് നിൽക്കണ്ടാന്ന് അവറിന്. വെള്ളിയാഴ്ച ഫക്കീർ മിസ്കിമാരുടെ ഹജ്ജാണ്, അതിന് നേരത്തെ പോകണം. വൈകി പോയാൽ അറഫ കിട്ടൂല. വൈകി പോയാൽ അൽ ജുമഅത്തു അല്ല അൽ ഖുതുബത്തു തഖൂമു മഖാമർ റകഅത്തൈൻ. വൈകി പോയാൽ പിന്നെ അതൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ അറഫ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഹജ്ജും ഉണ്ടാവില്ല. അപ്പോൾ ബിസ്മില്ല 25,000 റുപ്യ ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു വാപ്പയമ്മയൊക്കെ ഉണ്ടാജിക്ക മരണപ്പെട്ടു പോയി, അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 500 കട്ട ഒരാൾ ഇൻഷാ അല്ലാഹ്. മൂപ്പരപ്പിയൊക്കെ ഉണ്ടോ? ഇല്ല. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകണം. 500 കട്ട ഇൻഷാ അല്ലാഹ്. ഒരാളും കൂടി ഒരു 500 കട്ട. ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയ പൈസ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. 17,500 രൂപ. ബിസ്മില്ല ഒരു 20 റുപ്യ എന്നാണ് ഉണ്ടോ? 500 കട്ട ഉണ്ടെങ്കിൽ മേമേം പറയും ഇൻഷാ അല്ലാഹ്. എന്നാൽ 250 കട്ട തരാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇന്ന് മാത്രം സമാപനം ഉണ്ടാവുള്ളൂ, എനിക്കൊന്നും സമാപനം ഇൻഷാ അല്ലാഹ്. ആരുമില്ലേ 250 കട്ട തരാൻ പറ്റുന്നവർ? ഇൻഷാ അല്ലാഹ് ആക്കട്ടെ. 250 കട്ട അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. 250 കട്ടങ്ങളും അല്ലേ? രണ്ടാളും. അംസാജി ഉണ്ട്, വേറൊരാളും, രണ്ടാളുണ്ട്. ഫരീദ് ഹാജി പുത്തൻപുര വെള്ളാനി. സക്കാഫിന്റെ വലിയ കറാമത്ത് പേരൊക്കെ പേര് കിട്ടുക തന്നെയാണ് അല്ലേ? എനിക്ക് ആരും പേര് കിട്ടൂല. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ പേര് പഠിച്ചത് കന്നുകാണെങ്കിൽ ഇതൊക്കെ ഓർക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ പെണ്ണുകൾ ചൂടാവും. നിങ്ങൾക്ക് ഇത് ഓർക്കണ നേരം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ 250. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കട്ട ആണ്ട് ആയി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ 250 കട്ടയും കൂടി തരാൻ? എന്നാ ബിസ്മില്ലാഹിർ 2 ഫ്ലോറിൻ്റെ കട്ട ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടാ? ഞാൻ പറയും അല്ലാഹ്. ആരുമില്ലേ? അബ്ദുൽ കരീം കാക്കനാട് 500 കട്ട. അൽഹംദുലില്ലാഹ്. പ്രാത്തായി. അൽഹംദുലില്ലാഹ്. കരീം ഹാജി കാക്കനാട്. അബ്ദുൽ കരീം ഹാജി കാക്കനാട്. വയനാടോ? കാക്കനാട്. 500 കട്ട അള്ളാഹു കബൂലാക്കട്ടെ. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ കരീമാജിന്റെ? ഉണ്ടോ? കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഹയാത്തിലുള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. പതായി. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 വാതിൽ വേണം താഴത്തേക്ക്. 1 2. ഒരു സഹോദരൻ 30,000 രൂപ. അല്ലാ. ഒരു സഹോദരൻ 30,000 റുപ്യ. നമുക്ക് 2 വാതിൽ കെട്ടിൽ വേണം അടിക്ക്. 15,000 റുപ്യ ഒന്നിന്. അപ്പോൾ 2 വാതിൽ കെട്ടിലായി. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗത്തിലേക്കുള്ള കവാടമാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. 1 2. ഒരു 4 ജനൽ വേണം. ആ 4 ജനലിന് ഇൻഷാ അല്ലാഹ് സിമന്റിന്റെ ജനാല വെച്ചാൽ പോരെ? സിമന്റിന്റെ ജനാല വെച്ചാൽ പോരെ? അല്ലേ? മറ്റേ പേര് കേടെടുത്തു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 4 ജനലിന് 20,000 റുപ്യ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ പറയാൻ പറ്റുമല്ലോ? 4 ജനൽ ഒരാൾ ഏൽക്കോ? മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഈ 2 ഫ്ലോർ, ഈ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള 4 ജനൽ ബിസ്മില്ലാ 20 റുപ്യ. ആരെയും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എൻ്റെ പറഞ്ഞാൽ മതി. നിങ്ങൾ 1 ജനൽ പറഞ്ഞാണ്. ഈ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ ബിസ്മില്ലാ. 1 ജനൽ 5,000 റുപ്യ. ഉണ്ടാ? ആരുമില്ലേ ജനൽ തരാൻ പറ്റിയ ഒരാൾ? ആക്കണം. 2 എണ്ണം അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ? അതവിടെ ഇവിടെ എഴുതാനൊന്നും ആളില്ല. ഈ മൂല്യം മാത്രമുള്ളൂ. എന്താ ഉസ്താദങ്ങളെ? ഒരു പൊറാട്ട എന്നാ പോകുന്നത്. അതെ, എല്ലാത്തിനും ഉസ്താദ് തന്നെയുള്ളൂ. വളണ്ടിയറും മുഖ്യപ്രഭാഷകനൊക്കെ ഒരാൾ. തങ്ങൾ പിന്നെ മൂപ്പർക്ക് ആകാൻ കഴിയാത്തതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ മൂപ്പരിപ്പോൾ പടുകുഞ്ഞിക്കോയ തങ്ങളാ. ഇൻഷാ അല്ലാഹ്. വേദി മൂലം 2 ഈ മൂലന്മാരൊക്കെ എന്തെങ്ങനെ അന്തം വിട്ടു തീർക്കണേ? വേദി ഉഷാറായിട്ട് ദഅവത്തല്ല അതൊക്കെ. ഞാൻ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയോ? അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ്. ബാപ്പ കഴിഞ്ഞ ആഴ്ച മരിച്ചല്ലേ? അള്ളാഹു മഗ്ഫിറത്തോടെ. സിജാർ 1 ജനൽ അല്ലേ? അതന്നെ 1 ജനൽ പോലെ. അൽഹംദുലില്ലാഹ്.
അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ. ഇനി അൽഹംദുലില്ലാ. ആരാ ഇനി ഒരാൾ കൂടി 5000 പറയാൻ പറ്റുന്നവർ? ബിസ്മില്ലാ. ഇനി നിർത്തുകയാണ്. ചെറിയ ചോദിക്കുക. 5000 റുപ്യ എല്ലാവരും കൂടുമ്പോഴതാവുള്ളൂ. ബിസ്മില്ലാ. ആകണ 5000 റുപ്യ. അൽഹംദുലില്ലാ. ആകണ ഏത് മൂല സുധീർ ഒരു ജനൽ. അതാ വേറൊരാളത് അവിടെ ചെല്ലി മുപ്പരന്നെ. ആ അൽഹംദുലില്ലാ. അല്ലാഹു കബൂല. നിങ്ങൾ ഉപ്പിമയൊക്കെ ഉണ്ടോ? സുധീർക്ക ഉപ്പിമയുണ്ടോ? പാപ്പയില്ല. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു ഒരു പെണ്ണെ വന്നിട്ടുള്ളൂ ഇവിടെ. ചോറൊക്കെ ബാക്കിയാവും. ഞാൻ ആകെ ഒരു ജനലേ ഇപ്പം പറഞ്ഞേ അവിടുന്ന് പെണ്ണുകളെ ഭാഗത്ത്. ബിസ്മില്ലാ. ഇവിടെ ആകെ ഓപ്പറേറ്റർ ഒന്നും പെണ്ണൊന്നും ഉള്ള എനിക്ക് തോന്നണേ. നോക്കാം നമുക്ക് അങ്ങനെ രണ്ടാളുണ്ടോ, രണ്ടാമത്തെ ജനലുണ്ടോ നോക്കാലോ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ മോൾക്ക് ഇൻഷാല്ലാ ഇനി ആരാ തരാൻ പറ്റുന്നവർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേറൊരു സഹോദരൻ ഒരു ജനല്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ ഇനി ആരാ ഒരു 2 ജനലും കൂടി ഉണ്ടായാൽ നമ്മളെ ജനൽ കൊള്ളാവും. ബിസ്മില്ലാ. ഉണ്ടാ ഒരു ഫ്ലോറിന് 10 ലക്ഷം ഏറ്റ സഹോദരൻ ഒരു വലിയ ഒരു കട്ടിലും കൂടി വെച്ചിട്ടുണ്ട്. മാഷാ. ഡോറ് ഇത് കട്ടില മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പേക്കല്ലേ. ഇൻഷാല്ലാ. ഞാൻ ചോദിച്ചത് കട്ടില അങ്ങനെ അതിൻ്റെ പൊളി അല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ ആ 10 ലക്ഷം റുപ്യ തന്ന ആ കുടുംബമാണ്. അള്ളാഹു തആല കബൂലാക്കട്ടെ. സ്വർഗത്തിലേക്കുള്ള കവാടമാക്കി അള്ളാഹു അതിനെ കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അടി നമുക്ക് മാർബിൾ ഇടണം. മാർബിൾ ഇൻഷാ അല്ലാ. 2 ഫ്ലോറും മാർബിൾ ഇടണം ഇൻഷാ അല്ലാ. ആ 1000 സ്ക്വയർ ഫീറ്റ് മാർബിളിന് ഒരു 60,000 റുപ്യ ഇൻഷാ അല്ലാ. 2000 സ്ക്വയർ ഫീറ്റിന് 1,20,000 റുപ്യ. ആർക്കെങ്കിലും തരാൻ ആഗ്രഹമുണ്ടേ തന്നോളി. 5000 രൂപ. 5000 നമ്മൾ ആ സഹോദരിമാരെ ഭാഗത്ത് ഒരു കടലാസം പെണ്ണും കൊടുത്താലേ അവിടെ മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങൾത്തോ ഓലൊക്കെ കൊടുക്കുക. ചോർന്നാൻ പോയിക്കണം ഉസ്താദെ. ഓലെ അവിടെ കാണാനല്ല അല്ലേ. എല്ലാ സഹോദരിമാരും ഒരു 1000 റുപ്യെങ്കിലും നിങ്ങളെല്ലാവരും എഴുത്. പക്ഷേ അത് നമുക്കതിൻ്റെ പണിക്കൂലൊക്കെ വേണ്ടേ. പക്ഷേ അത് ഒരു 1000 റുപ്യ 2 ബാഗ് സിമെൻറ്റിൻ്റെ പൈസ എല്ലാ സഹോദരിമാരും നിങ്ങളെല്ലാവരും എഴുതിയാൽ ഇൻഷാ അല്ലാ അത് വലിയൊരു സംഖ്യയായി മാറും. ഇൻഷാ അല്ലാ എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ ആണ് കൊടുക്കുക. ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ ആകെ ഒരു ചെറിയ കടലാസിൻ്റെ ഒപ്പര് കുത്തുപോതാൻ കൊണ്ടുവരുന്ന കടലാസിൻ്റെ ആകും ഇങ്ങോട്ടും കൂടുന്നത്. എന്തോ ഒരു അതാമ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കുത്തുപോതീൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. അതന്നെ ഇവിടെ സിമെൻ്റ് ചെയ്താനും കൊണ്ടുവന്നത്. പിന്നെ എവിടെയത് കൊള്ളുക? ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇനി നിർത്തുക ഇൻഷാ അല്ലാ. നിർത്തല്ലോ സാനി അല്ലേ. ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ട് നമ്മളെ ഈ സദസ്സിൽ ഇൻഷാ അല്ലാ ഒരു 2000 റുപ്യ തരാൻ പറ്റിയ ആളുകൾ? അൽഫൈൻ തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ ഒരു 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാൻ നേരിട്ടുണ്ട്. ക്രെഡിറ്റോ? തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാം. അൽഹംദുലില്ലാ. 10 ലക്ഷം റുപ്യ. അപ്പോൾ 20 ലക്ഷം അതായി. അപ്പോൾ ഒക്കെപ്പാടായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഇജാബത്തുള്ള മജ്‌ലിസാക്കട്ടെ. നല്ലൊരു കുറ്റിയടി ഉണ്ടാക്കണം നമുക്ക്. അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് നമുക്ക് അതിനെ കുറ്റിയടിച്ച് ഞാൻ വരും ഇൻഷാ അല്ലാ. അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടാണ് അതിൻ്റെ കുറ്റിയടി. എല്ലാവർക്കും നന്നായി ദുആ ചെയ്യണം. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ. നേരത്തെ 5000 റുപ്യ ഒരു ജനലല്ലേ. നിങ്ങളെ വകയാ? അൽഹംദുലില്ലാ. 5000 റുപ്യ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 5000 ഞാൻ ഇൻഷാ അല്ലാ 1000 തരാൻ പറ്റുന്നവരൊന്ന് കൈപ്പൊക്കെയാണ്. ഇതിൽ ഒന്നും തരാൻ കഴിയാത്തവര് 1000 1 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ 1000 2 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3 അബ്ദുൽ ലത്തീഫ് പെരുവേലിപ്പടി കുഴുവേൽപ്പടിയിലുള്ള 5000 രൂപ. കുഴുവേൽപ്പടിക്കാരൻ നല്ല പൈസ തരാൻ പറ്റുമല്ലോ. അപ്പമില്ല. കാളിയർ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ കാളിയര വകയും കൂടി ആയാൽ ഉസാറായി അല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെയുണ്ട് ഇൻഷാ അല്ലാ. നമ്മൾ ദ്വാരക്കുക. നിങ്ങൾ കഴിയണമൊക്കെ നിങ്ങളങ്ങനെ കൊടുത്തോണ്ട്. ഈ സമയം കുറേ ആയിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഞാൻ പിന്നെ രാവിലത്തെ പുട്ടൊക്കെ തിന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് സമയം തകൂല. അങ്ങനെ ഉണ്ട്. പുട്ട് തിന്നാൽ തന്നെ കുറേ മൈലേജ് കിട്ടും. അതിനാണ് ഈ പെണ്ണുങ്ങൾ പുട്ടിടണേ രാവിലെ ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നാലും നേരത്തെ 10 ലക്ഷം ഡോറും തരാൻ ഏറ്റ ആൾ കുറേ ജനലിൻ്റെയും കതകിനൊക്കെ പല മരം തരാമെന്ന്. അതിന് പുറമെ മരവും കൂടി തരാമെന്ന്. അല്ലാ. ഡോറിൻ്റെയും ജനലിൻ്റെയും അൽഹംദുലില്ലാ പൊളിക്കുള്ള ആവശ്യമാകുന്ന മരം നമ്മളെ 10 ലക്ഷം റുപ്യ തന്ന സഹോദരൻ തന്നെ. അൽഹംദുലില്ലാ. ഇനി മാർബിളും കൂടി മൂപ്പരാണ്ട് ഏറ്റോട്ടെ എന്നത് വൃത്തിയായില്ല. അപ്പോൾ ഇത്
ഞാൻ അങ്ങനെ ഇടങ്ങാറാണ്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. മുസ്തഫ തണ്ടേക്കാട് 5000 രൂപ. 5000 റുപ്യ മുസ്തഫ അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നേരുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നിർത്താൻ ഇൻഷാ അല്ലാഹ്. ഞാൻ പിന്നെ എവിടെ പോയാൽ ആസിഫ് പെരുമറ്റ 5000 രൂപ. 5000 റുപ്യ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഞാൻ പിന്നെ എവിടെ പോയാലും ഞാൻ ഇപ്പം മർക്കസിലാണ് ഖിദ്മ ചെയ്യുന്നത്. മർക്കസിൽ 1290 സഖാഫി ഇപ്പോൾ അവിടുന്ന് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ 1290 സഖാഫികളുണ്ട്, പഠിക്കുന്നുണ്ട് മുതഅല്ലിമീങ്ങൾ. പിന്നെ ആഫിദീങ്ങൾ വേറെ ഉണ്ട്, കാശ്മീരി കുട്ടികൾ വേറെ ഉണ്ട്. ഓൽക്കൊക്കെ പാടെ ഒരു മാസത്തിൽ 130 ചാക്ക അരി വേണം. 130 ചാക്ക അരി വേണം ഒരു മാസത്തിന്. 40 കിലോ നെയ്ച്ചോറിന് അരി വേണം. 18 കിലോ കടുക് വേണം. നമ്മൾ മരിച്ചോളം നിന്നാൽ 18 കിലോ കടുകൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും മർക്കസ്ക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചാക്ക അരി, ആരും ബുദ്ധിമുട്ടാവൊന്നും വേണ്ട, ഞാൻ ദ്വാരക്കാൻ പോവാണ്. ഒരു ചാക്ക അരി 2200 റുപ്യാണ് ഒരു ചാക്ക് സാധാ അരിക്ക്. ബിസ്മില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പൈസ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഒരു ചാക്ക് നമ്മളെ നവാസ്, അള്ളാഹു കബൂൽ. എവിടെ അൽസൽ? അൽസൽ ആ ഫുലാനെ എവിടെ പോയി? എൻ്റെ ഡ്രൈവറോടെ അവനോടെ മുടിച്ചോണ്ടിരാണ് അന്തകമ്യമാണ്. ഇൻഷാ അല്ലാഹ് 2 ചാക്കാർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 3 അള്ളാഹ് നമ്മളെ മരവും 10 ലക്ഷമൊക്കെ തന്ന ആള് ഒരു 2 ചാക്കാരി. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത്. ഞാൻ എവിടുന്നും ചോദിക്കും, ഞാൻ അറഫയായാലും വേണ്ടിയില്ല, മീനായാലും വേണ്ടിയില്ല. അത് ഞാൻ ചോദിച്ചിട്ടേ നിർത്താം, അതൊരു ബർക്കത്താ. ഇന്നലെ അത് ചോദിച്ചിട്ട് തന്നെ നിർത്തിക്കുന്ന പരിപാടി. ഇന്നലെ 2 പരിപാടിയുണ്ട്. നീടാ 2 ചാക്കാരി, ഇവിടെ ഒരു ചാക്കാരി, അവിടെ ഒരു ചാക്കാരി. ഇതാ നമ്മളാള് ഓന് പെണ്ണെട്ടീൻ്റെ ദിവസം കുറച്ച് ബാക്കുക. അതുവരെ ഭയങ്കര ഉസാറായിരുന്നു. ഒരു ചാക്കനെ 2 കയറിന്, അങ്ങനെ അത്ര ഉസാറായിരുന്നു. അള്ളാഹു ഓന് ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവിടെ വേക്കരി ഞാരാ. അപ്പം 4 ചാക്കാരി, ഞാരാ ഒരു ചാക്കാരി തരാൻ പറ്റുന്നവർ ആക്കണം. 1 5 ചാക്കാരി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. സഖാബി മോലെ ചെല്ലേ ഏത് എന്തെങ്കിലും ക്ഷീണിച്ചോ? ഈ ബിൽഡിംഗ് ഉണ്ടാക്കി എനിക്ക് ഞാൻ ക്ഷീണിച്ചിട്ടില്ല, നിങ്ങളപ്പം ഒന്ന് മണി ക്ഷീണിച്ച ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാ. അപ്പം 5 ചാക്കാരി. ഞാരാ 6ാമത്തെ ചാക്കാരി. ബിസ്മില്ലാഹിർ റഹ്മാൻ. ജ്യേഷ്ഠനാണ്, എന്നാലും എഴുതിക്കോളി. 6 കണക്കുവൻ്റെ കൊടുക്കി. 6ാമത്തെ ചാക്കാരി ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാർ ആക്കണം. ആരും ഒറ്റ ചാക്കാരി നിന്ന് അവിടെ പറയണമൊക്കെ ഉണ്ടാവില്ല, പക്ഷെ അതിനവിടെ എഴുതാൻ ആളില്ലേ ഈ കുട്ടികളെ? സുബ്ഹാനല്ലാഹ്. നാളെ ഒരു സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കാൻ പോയി. അവിടേക്ക് ഈ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് എഴുതാൻ 2-3 കുട്ടികളെ വിട്ട്. പെണ്ണുങ്ങളാരും എഴുതാനാണ് ഓരവിടെ സീറ്റോട്ട് കൊടുത്ത് നിന്ന് ഉറങ്ങിക്കണേ. പിന്നെ ഓല കാണാനില്ല. എന്ന മാതിരി എവിടേക്കാണ് ഓല് പോയത്? ഇൻഷാ അല്ലാഹ്. ഞാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും, നമ്മൾ നിർത്താം ഇൻഷാ അല്ലാഹ്. ആകണം. 5ാമതൊരു ചാക്കാരി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 6 ഇത്ത തന്നാണ് അല്ലേ? 500 രൂപ. നിങ്ങൾ പേരെന്താ? ഇജിലാൽ. ഇജിലാൽ നല്ല ആക്റ്റീവാ, ഹറക്കാത്ത്. യല്ലാ വേഗം കൊണ്ടൊരു വാക്കികൾ പൈസ. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. ആരും ഇടങ്ങേറാണ് കേട്ടോ, അത് നമ്മളെ ദഅവത്തിൻ്റെ ഭാഗമാണ്. അത്രേ ഉള്ളൂ. ബിസ്മില്ലാ. നമ്മൾ ദ്വാരക്കാൻ പോവാം. അൽഹംദുലില്ലാ. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തോണ്ട്. 4 ചാക്ക അരിയായ ഒരു ദിവസത്തെ അരിയായി. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ ഇപ്പോൾ എറണാകുളത്തേക്ക് വന്ന് ഒരു ദിവസത്തെ അരിയായി. അത് മതി. ഇന്നലെ വേറെ ഉണ്ടാക്കിയിരുന്നു. മിഞ്ഞാന്ന് 11 ചാക്കുണ്ട്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എല്ലാ മാസവും 2,20,000 റുപ്യേൻ്റെ അരി ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ. അപ്പോൾ അൽഹംദുലില്ലാ ആ കുട്ടാലും നോക്കും. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ദുആ ഉണ്ടാവും. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ് സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ഈ സദസ്സ് മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഈ സദസ്സ് മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് പുന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നദറുള്ള മജ്ലിസാക്കി ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനേ 1501 ജന്മദിനം വരുകയാണ് അല്ലാഹുവേ മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബുകളിൽ നീ ആസ്തിയാക്കി തരണം റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആസ്തിയാക്കി തരണം അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് കൺകുളിർമയാകുന്ന മക്കളായി കാണാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ് വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം അല്ലാഹ് കിബ്ർ ഞങ്ങൾക്ക് നൽകല്ലേ റിയാ നൽകല്ലേ ഉജ്ബ് നൽകല്ലേ ഹസദ് നൽകല്ലേ ഖൽബിയായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ഒരു ദിവസം മരണമുണ്ട് ഒരു ദിവസം മരണമുണ്ട് ആളുകൾ മുഴുവനും ക്ഷണിക്കാതെ ഒരു വാട്സപ്പ് സന്ദേശം കാണുമ്പോൾ ഓടിക്കൂടുന്ന ഒരു ദിവസം നമ്മൾക്ക് വരാനുണ്ട് അല്ലാ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഞങ്ങളെ കുളിപ്പിക്കുന്ന രംഗം വരാനുണ്ട് സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുന്ന രംഗം വരാനുണ്ട് ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത കട്ടിലിൽ ഞങ്ങളെ കടത്തുന്ന രംഗം വരാനുണ്ട് ആളുകൾ മുഴുവനും പൊക്കിപ്പിടിച്ച് 6 അടി മണ്ണിന് താഴെ വെച്ചുകൊണ്ട് അവസാനമായി 3 പിടി മണ്ണ് എറിയുന്ന രംഗമുണ്ട് കൂട്ടുകാരാ നിന്നെ ഈ മണ്ണിൽ നിന്ന് ശ്രദ്ധിച്ചോ ആ മണ്ണിലേക്ക് നിന്നെ മടക്കുകയും ചെയ്തു മറ്റൊരു സമയം ഈ മണ്ണിൽ നിന്ന് എണീപ്പിക്കുന്ന രംഗവും വരാനുണ്ട് സുബ്ഹാനല്ലാഹ് ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഇഷ്ടപ്പെട്ട ഉമ്മത്തിങ്ങളിൽ
ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഓരോ നബിമാർക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആക്ക് ഉത്തരമുള്ള ദുആയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉത്തരമുള്ള ദുആയെ ആ തീകുണ്ടാരത്തിൽ ചാടിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു. കഴിഞ്ഞുപോയി അവസരം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രയാസത്തിൽ അനുഭവപ്പെട്ടപ്പോൾ ആ ദുആയെ ഉപയോഗപ്പെടുത്തിയ അവസരം കഴിഞ്ഞുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം കൊണ്ട് വിഷമിച്ചപ്പോൾ ഉത്തരമുള്ള ദുആയെ ഉപയോഗപ്പെടുത്തിയ അവസരം കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ ആ ദുആയെ ഉപയോഗപ്പെടുത്തിയ അവസരം കഴിഞ്ഞുപോയി. എന്നാൽ നമ്മുടെ നബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആ ഇതുവരെ മുത്തുനബി ചെയ്തിട്ടില്ല. നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞ് ഓരോ നബിമാരും നഫ്സി 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 എന്ന് വിളിക്കുമ്പോൾ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി, എന്റെ സമുദായമേ എന്ന് പറഞ്ഞു വിളിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഏക നബിയുണ്ടെങ്കിൽ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. രോഗികളുണ്ട്, നീ ശിഫ നൽകണം അല്ലാ. രോഗികളുണ്ട്, നീ ശിഫ നൽകണം അല്ലാ. രോഗികളുണ്ട്, നീ ശിഫ നൽകണം അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അറ്റാക്ക് നീ നൽകല്ല അല്ലാ. പ്രഷർ, പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാ. മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഒരു റോഡിന്റെ അരികിൽ നിന്ന്, ഒരു ഹബ്ബിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന് ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് പിരിവെടുക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. അല്ലാഹുവേ രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. സ്വന്തം ഭാര്യയും മക്കളും കുടുംബങ്ങളും വെറുക്കുന്ന രോഗങ്ങൾ തന്നുകൊണ്ട് രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട്. ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാ. ബാപ്പനെയും ഉമ്മനെയും അംഗീകരിക്കാത്ത മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ നീ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق نبي الأمي وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അവസാനങ്ങളെ കയ്യിലുള്ള ചെറിയൊരു ഹദിയ. ഒരു വലിയ പള്ളിയിലേക്ക് ഒരു റോഡ് മയ്യത്ത് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടി ഒരു പാടത്തിലൂടെ ഒരു റോഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡിന് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ പൈസ വേണം, ഒരു 10,000 ഉറുപ്പിക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ചെറിയൊരു ഹദിയ തന്നാൽ 10,000 ഉറുപ്പിക ഇൻഷാ അല്ലാഹ് അതിലേക്ക് മാറ്റും. ഏറെ വല്ലതും നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മദ്രസയിലേക്ക് മാറ്റും ഇൻഷാ അല്ലാഹ്. ഒരുപാട് മയ്യത്ത് കൊണ്ടുപോകാൻ ഒരു പ്രദേശത്തു നിന്ന് ഇൻഷാ അല്ലാഹ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് റോഡ് കെട്ടുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മസ്ലഹത്തും കാര്യങ്ങളൊക്കെ നടന്ന് ഇൻഷാ അല്ലാഹ് അതിന് ചില ആളുകൾക്കൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വന്ന് അങ്ങനെ അൽഹംദുലില്ലാ അത് വലിയൊരു കാര്യമാണ്. റോഡാണല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തരിക. നിങ്ങൾ